കുട്ടികൾക്കും സുഭാഷ് സാറാണ്. മറ്റൊരു NDA സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് 2 ചോദ്യങ്ങളാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടും NDAക്കാർക്ക് മിക്കപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യങ്ങളൊക്കെ ചെയ്താണ് നമ്മൾ കുട്ടികൾ സാധാരണ എക്സാമിന് ശരിയായിട്ടുള്ള ആൻസർ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് ലിമിറ്റ്സ്. ഈ ലിമിറ്റ്സ് നമ്മൾ പല രീതിയിൽ കൂടെ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് x → 0, 2, 1 അങ്ങനെയൊക്കെ അല്ലേ. ഇവിടെ സ്പെഷ്യലാണ് ലിമിറ്റ് n → ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റിയുടെ പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നതല്ല, ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടുമാണ് ചെയ്യാൻ പോകുന്നത്. അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കുക. നമ്മളെപ്പോഴും ഈ പഠിക്കുന്നത് കൊണ്ട് ആ എക്സാമിന് മാത്രമല്ല, ഇനിയുള്ള ഏത് കോഴ്സിനും നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടും ഈ പഠിത്തം. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഈ ചാൻസ് നഷ്ടപ്പെടുത്തില്ല. അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിച്ചോ. നമ്മൾ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മാത്സ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. കീമിനും NDAക്കുള്ള എല്ലാ അടിപൊളിയായിട്ടുള്ള ക്ലാസ് തരും, എൻ്റെ നോട്ട്സ് തരും. പിന്നെ നമ്മളൊരു PDF നോട്ട്സ് കൂടെ തരുന്നുണ്ട്. അത് ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ നിങ്ങളിപ്പോൾ ഒരു മെറ്റീരിയൽ പിന്നെ പുതുതായിട്ട് വാങ്ങണ്ട. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ n → ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് n → ഇൻഫിനിറ്റിയുടെ കണ്ടീഷൻ ഒന്ന് പഠിച്ചോ. ലിമിറ്റ് n → ഇൻഫിനിറ്റി 1/n → 0. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ലിമിറ്റ് n → ഇൻഫിനിറ്റി 1/n = 0. അപ്പോൾ 1/n ഡിനോമിനേറ്ററിൽ n ആവുന്ന സമയത്ത് n → ഇൻഫിനിറ്റി ആകുമ്പോൾ ഡിനോമിനേറ്റർ വലുതാവും. കണ്ടോ, ഇൻഫിനിറ്റി വലിയ നമ്പർ. അപ്പോൾ ഡിനോമിനേറ്റർ വലുതാകുമ്പോൾ 1/, വലിയ നമ്പർ ആൻസർ ആയിപ്പോൾ ചെറുതാവും. അതങ്ങോട്ടങ്ങ് അടുക്കുന്നു 0. അപ്പോൾ 1/n 0 ആണെങ്കിൽ 1/n² 0 ആണ്, 1/n³ 0 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനോട് കയറുകയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് n → ഇൻഫിനിറ്റി 1 + 2 + 3 + 4 + etc. n/6n² + 5n. ഈ 1 + 2 + 3 + etc. + n എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, എന്താണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം. എന്തായിരുന്നു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം? ഓർത്തെടുത്തേ, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n × n + 1/2. ഓക്കെ, n × n + 1/2. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഫോർമുല. അപ്പോൾ ഇത്രയിൻ്റെ സമ്മാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇതിൻ്റെ കൂടെ അങ്ങോട്ട് എഴുതിയേക്കാം 6n² + 5n. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വേണം എഴുതാൻ. അല്ലാതെ പിന്നെ ഒരു ബൈ ഇട്ട് എന്തിനാ? ഇവർ രണ്ടുപേരും കൂട്ടുകാരാ, രണ്ടുപേരും ഡിനോമിനേറ്ററാ, ഒരുമിച്ചങ്ങ് ഇരുന്നാൽ പോരായോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n → ഇൻഫിനിറ്റി n² + n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു 2 × 6 ദാറ്റ് ഈസ് 12n² + 10n. ഇതാണ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഹയസ്റ്റ് പവറുകൾ സെയിം ആയിരിക്കും. കണ്ടോ, n². അതാണ് ഹയസ്റ്റ് പവേഴ്സ്. രണ്ടിടത്തും സെയിം ആയിരിക്കും. ഇവിടെ n³ ഉണ്ടെങ്കിൽ മിക്കവാറും ഇവിടെയും n³ കാണും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ എളുപ്പം എഴുതാൻ പറ്റും. ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കിക്കോ. ഈ n² കോഎഫിഷ്യൻ്റ് ആരാ? 1. ഇവിടുത്തെ n² കോഎഫിഷ്യൻ്റ് ആരാ? 12. 1/12. അതാണ് നമ്മുടെ ആൻസർ. അത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. ഇനി ഇതിനെ ചെയ്തെടുക്കുന്ന മെത്തേഡ് ഇവിടെ എല്ലാവരും ഒന്ന് കണ്ടോ. ലിമിറ്റ് n → ഇൻഫിനിറ്റി n² ടേക്കൺ ആസ് കോമൺ. അപ്പോൾ n² × 1 + 1/n എന്നാവും കേട്ടോ. n² n² കോമൺ വന്ന് n നിന്നും n² വന്നാൽ 1/n. 12n² നിന്നും n² കോമൺ വന്നാൽ 12+. ഓക്കെ, n² 12 + 10 n നിന്നും n² വന്നു കഴിഞ്ഞാൽ 10/n ആവും. ഓക്കെ, ഇതകത്തോട്ട് ഇന്ത്യ പഴയ പോലെ കിട്ടും. ഓക്കെ, അപ്പോൾ n² വെട്ടിപ്പോയി. ഇനി n → ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇയാളും 0 ആവും, ഇയാളും 0 ആവും. ഇത് 2 0 ആയി കഴിഞ്ഞാൽ പിന്നെ 1/12. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. മനസ്സിലാക്കണം, പഠിക്കുന്നത് എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിച്ച് പഠിക്കണം. ഓക്കെ, രണ്ടാമത്തെ y = sin inverse x + sin inverse √1 - x², then divide by dx. That is y = sin inverse x + sin inverse. ഈ നോക്കിക്കേ, ഇവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. sin inverse √1 - x² എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഫുള്ളായിട്ട് ചെയ്യുവാന്ന് പറഞ്ഞാൽ അത് cos inverse x ആമോനെ. sin inverse √1 - x² എന്ന് പറഞ്ഞാൽ cos inverse x ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ sin inverse x + ഇത്രയിന് പകരം cos inverse x ആയി. ഇത് ഓൾറെഡി നോക്കി എഴുതി. sin inverse x + cos inverse x ആരായിട്ട് മാറി? π/2. ഇപ്പം നോക്കിക്കേ, y = π/2. then dy by dx is equal to കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് എത്രയായി? 0. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് കിട്ടും നോക്കിക്കോ. ഇവിടെ എക്സിന് നമ്മളങ്ങോട്ട് സൈൻ തീറ്റ എന്നോ കോസിനകത്ത് ഒന്ന് കൊടുത്ത് നോക്കിക്കോ. അല്ലെങ്കിൽ എക്സിന് അവിടെ നിന്ന് കോസ് തീറ്റ നോക്കാം കേട്ടോ. പുട്ട് x = cos തീറ്റ. അപ്പോൾ തീറ്റ ഈക്വൽ എത്രയാണ്?
കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറും? റൂട്ട് ഓഫ് സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ, എക്സ് കോസ് തീറ്റ, അപ്പോൾ എക്സ് സ്ക്വയർ എന്താവും? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എത്ര? സൈൻ സ്ക്വയർ തീറ്റ. റൂട്ടിനുള്ളിൽ സൈൻ സ്ക്വയർ തീറ്റ, പുറത്ത് വരുമ്പോൾ സൈൻ തീറ്റ ആയിട്ട് മാറും. അങ്ങനെ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ, ആൻസർ ആരായി? തീറ്റ. തീറ്റ ആരായിട്ട് മാറും? കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ ആണല്ലോ, അത്രമേ ഉള്ളൂ. അപ്പോൾ സൈൻ വേസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഓൾവേസ് കോസ് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സൈൻ വേസ് എക്സ് പ്ലസ് ദിസ് എന്ന് പറയുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ്, രണ്ടുകൂടെ ചേരുമ്പോൾ ഇതിന് റിസൾട്ട് എടുക്കുന്നത് പൈ ബൈ 2. അപ്പോൾ y ഈക്വൽ ടു പൈ ബൈ 2 ഈസ് എ കോൺസ്റ്റന്റ്, therefore ഡെറിവേറ്റീവ് dy by dx ഈക്വൽ എത്രയായി? 0. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നല്ല ക്വസ്റ്റ്യൻസുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടായിരിക്കും ഇതിനൊക്കെ എഴുതണമെന്ന് ആഗ്രഹം തോന്നുന്നത്. അതുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് സൂപ്പറായിട്ടുള്ള ക്ലാസ്സും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.